ഒറ്റ വാക്കില് ട്രിപ്പ് എന്താന്ന് പറഞ്ഞേ? ഒറ്റ വാക്കില് ഫുഡ്. ഒറ്റ വാക്കില് ഒറ്റ വാക്കിലെന്ന് പറഞ്ഞേ. എന്താ ഒറ്റ വാക്കില് പറ? കള്ളം, ഒന്നും പറയാനില്ല. അതാണ് എന്റെ ഒറ്റ വാക്ക്. അടി നമ്പർ 1 നമ്പർ 1 സ്ഥാനം നിർമ്മിക്കുന്നത് നായി തടിയനാണ് സാർ. 2 സ്ഥാനം ദൈവൻ ബനിയനെ കൂരിട്ടാണ് സാർ അടി. എമ്മാതിരി അടി, അടിയോടടി. ഇവിടെ ഏതാ മ്യൂസിക്കിന്റെ പതിവ്? ഇവനൊന്ന് നോട്ടം വിട്ടോളൂ ഗായ്സ്. നേരെ പോയ മൺവേണത്. നെസ്ലി മാറിപ്പോ കുക്കായി ഗായ്സ്. ഓരോരോ വ്ലോഗിൽ ഓരോരോ റോൾ, പല പല റോളുകളും പല പല ഇതായിട്ട് ഞാൻ വരുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോ ഉള്ളത് ട്രൂസോ വാലിയിലാണ്. ട്രൂസോ വാലി ഗുദാവരി റോഡ് ആ സൈഡിലോട്ടാണ്. അപ്പോ ഇത് ഒരു എന്താ പറയാ, ഹൈക്കിങ്ങാ ട്രക്കിങ്ങാ അതുകൊണ്ടോ ഇതിൽ ഏതോ ഒരു സാധനം നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. നമുക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആരാ കൂടെ കാണിച്ചു തരാം. ഈ വഴിയൊന്നും കാണിക്കാതെ നീ പോകുന്നു. ഇത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകും, ബട്ട് എന്നാലും കണ്ട ശരി, വരൂ വരൂ എന്നാണ് പറയുന്നത്. ഇത് പുള്ളിക്കാരിയുടെ സ്ഥലമാണെന്ന് തോന്നുന്നു. നടക്ക്, കണ്ട പറഞ്ഞാ നടക്കും. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കും നമ്മൾ പുറകയിലുണ്ടോയെന്നറിയാൻ. അതുകൊണ്ട് ഒരു അമ്മമ്മ അടുത്തൊക്കെ കമ്പൊക്കെയായിട്ടാണ് പോകുന്നത്. നമ്മളാ സാധാ ഷൂ ഒക്കെ ഇട്ടിട്ട്. എന്താ അതാണ് നമ്മുടെ കമ്പ്യൂട്ടറിലെ വിൻഡോസ് ഒക്കെ ഇല്ലേ, പണ്ടത്തെ വിൻഡോസിന്റെ പറയില്ലേ, അത് ഇതേപോലെ ഇരിക്കില്ലേ. നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. യെസ് നമ്മുടെ വഴികാട്ടി ഇച്ചിരി മോശമാണ്. അവിടെ ഇവിടെ ഒക്കെ അങ്ങ് നിൽക്കും. അല്ല നമ്മളത്തെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് എല്ലാരും ഇങ്ങനെ കമ്പൊക്കെ കുത്തി പോകുമ്പോ ഞങ്ങളിങ്ങനെ കൈയൊക്കെ പിടിച്ചങ്ങ് നടക്കുക. നമ്മുടെ കൂടെ ഉള്ളവര് ബാക്കില്. അനു, നമ്മളിപ്പോ എവിടെയാടാ? ട്രൂസോ വാലിയുടെ താഴ്വാരത്തിലൂടെ. എവിടെയാ? എവിടെയാ? നീ നേരത്തെ പറഞ്ഞൊരു സാധനം. ട്രൂസോ
ഞാൻ കാര്യം പറയട്ടെ, എനിക്ക് ഈ കാര്യം തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ വെയിലും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം നമുക്കിവിടെ ചെറിയ ചാറ്റൽ മഴയും ഉണ്ട്. അപ്പൊ ഞാൻ അവർക്ക് ഹായ് കൊടുത്തേ. ഇവിടുത്തെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ വി ഓൾ ആർ ലൈക്ക് ഒരേ ഇതിൽ പോകുന്ന പോലെ ഇരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം റോഡ് ഇസ് വെരി നാരോ. സെക്കൻഡ് തിങ് ഇസ് ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, ഇവർ ഓൾറെഡി പോയിട്ട് തിരിച്ചു വരുന്നവരായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര സ്വീറ്റാണ്, സ്വീറ്റ് ആൻഡ് ജനറസ് പീപ്പിളാണ് എല്ലാവരും. ഭയങ്കര ഹായ് വായ് ഒക്കെ പറയും, അങ്ങനെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഒന്നാമത്തെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നേറ്റീവ്സ് അല്ല, അവരും നമ്മളെ പോലെ ടൂറിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെതായ ഇത് എല്ലായിടത്തും പോകുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ. നമ്മളിത് എന്താ പറയാ സെറ്റ് ചെയ്യും, നാക്കൊക്കെ ഡ്രൈ ആയി തണല് ടാൻ അടിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പോലും പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അതാണ് വേറെ കുറെ ആൾക്കാരിങ്ങനെ അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ വരുന്നു. അയ്യോ എന്തായാലും എന്തോ ഇതിപ്പോ ഒരു ഇറക്കം, അതുകൊണ്ട് സ്പീഡിൽ ഇങ്ങനെ ഇറങ്ങി. ഈ ഇറക്കം നല്ലോണം ഇറങ്ങി. സോ ഗൈസ്, ഇനി എത്ര മലയുടെ മുകളിൽ വന്ന് ക്ലിഫിന്റെ മുകളിൽ വന്ന് അതാ ഇതാന്നൊക്കെ പറഞ്ഞാലും സൺസ്ക്രീൻ മസ്റ്റാണ്. സൺസ്ക്രീൻ ഇസ് എ മസ്റ്റ്. സൺസ്ക്രീൻ ഇതാ. ഓ ടാൻ പോവാ, ഇത് വേണം സണ്ണിന്. പെർഫെക്റ്റ്. ഞാൻ ബാക്കി നടക്കട്ടെ. ഓക്കെ ബൈ. ഗൈസ്, നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഹാഫ് ഓഫ് ദി വേ എത്തി, ബാക്കി കംപ്ലീറ്റ് ചെയ്യണം. 6 hours ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ടോട്ടൽ പോയിട്ട് വരാൻ. അപ്പം we don't know that, but we will gonna make this. ഇവിടെ ഇരിക്കുന്നത് ക്യാമറാമാൻ എന്തെടുത്താലും എല്ലാരും വരും. പ്രസാദം തരുന്ന ആളൊക്കെ എന്തെടുത്താലും എല്ലാത്തിനും വേണം. നമ്മുടെ ബാക്കി ആൾക്കാർ ഇതൊക്കെ നമ്മുടെ ബാക്കി ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ പോയി. ഞാനായിരുന്നു ഫ്രണ്ടിൽ ഫസ്റ്റ് നിന്നോണ്ടിരുന്നത്. ഇവരിങ്ങനെ വെള്ളം മുക്കിലും മൂലയിലും പോലെല്ലാം ഫോട്ടോ എടുത്തെടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു പോയി. നിങ്ങളിത് ലൈക്ക് വൺ ടൈമെങ്കിലും റിയൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇവിടെ ആക്ച്വലി കാറ് പോകും, പക്ഷേ അത്യാവശ്യം നല്ല എന്താ പറയുക ഈ 4x4 ടയേഴ്സ് ഒക്കെ ഉള്ള അങ്ങനത്തെ ജീപ്പ് പോലത്തെ ഒക്കെ അതൊക്കെയാണ്. ദർ ആർ ഫ്യൂ പീപ്പിൾസ് കമ്മിങ്. ഇവരെല്ലാവരും ഇവരുടെ ഡ്രസ്സിങ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇതാണ് കറക്റ്റ് പക്കാ സാധനം ഫോർ എന്താ പറയുക ഒരു ട്രക്കിംഗ് പോലൊക്കെ. ഒരു കാറ് വരുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനത്തെ വണ്ടികളൊക്കെ പോത്തോളൂ. നല്ല പൊടിയുണ്ട്, കണ്ടോ? ഈ പൊടിയാണ് നോർമലി, അതാണ് വേറെ. താങ്ക് യു. എൻ്റെ പുറകെ കാറുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണെന്ന് തോന്നുന്നു. And no network. Bye. Thank you. सबसे बड़ा शुद्ध पानी किट्टी. ഫുഡ് വേണോന്നൊക്കെ അവർ നമ്മുടെ ചോദിച്ചു. ഒന്നും വേണ്ട, വെള്ളം ഉണ്ടെങ്കിൽ നൈസ് തിങ്. എനിക്ക് തോന്നുന്നു നമ്മളെ നടത്താൻ കണ്ടപ്പോഴത്തേക്കിനും അവർ കാറിലാണ് വന്നത്. കാറ് കിട്ടിയായിരുന്നോ?
കറക്റ്റ് ചെറുതായിട്ട് അവര് കാറിലാണ് ഒരു ഫാമിലി നമുക്ക് നിർത്തി വെള്ളമൊക്കെ തന്നു. There are some good people. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ there are some good people. So നമ്മൾ എവിടെയോ ഒരു ഹാഫ് ചെക്ക് പോയിന്റ് എത്തി തോന്നുന്നു. നമ്മളിപ്പോ ഇനി താഴെ എത്തി നോക്കിക്കണ്ടോ? താഴെ മാത്രം, താഴെ അല്ല മുകളിൽ നിന്നല്ലേ വന്നു നമ്മള്. കണ്ടോ? ഇനിയും നമ്മൾക്ക് പോകാനുണ്ട്. 2 മണിക്കൂറോളം. ഞാനിപ്പോ നിൽക്കുന്നത് ഈ ട്രൂസോ വാലി ഉണ്ടല്ലോ, അത് ഇറ്റ്സ് സംതിങ് വെരി ഡിഫറെന്റ്. എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചെടുത്തേ. ഇതിപ്പോ പലരുടെയും ഡ്രീം ആയിരിക്കാം, ലൈക്ക് ദേ വാണ്ടഡ് ടു വിസിറ്റ് എ പ്ലേസ് ലൈക്ക് ദിസ് എന്ന് പലരുടെയും ഡ്രീം ആയിരിക്കാം. അപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഐ ഡോണ്ട് ഈവൻ മാനിഫെസ്റ്റ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഇത് ആക്ച്വലി എൻ്റെ ഒരു വൈബ് അല്ലാത്തൊരു സാധനമാണ്. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ലൈക്ക് ഞാൻ ഇവിടെ വരും, ഇങ്ങനെ വരും. ആൻഡ് യു സീ ദിസ്, ഞാൻ ഒരിക്കലും പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ഇവിടെ ഇന്നിങ്ങനെ വന്ന് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതാണ് വേറൊരു സാധനം. എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. പണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും വരണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ബട്ട് സീ ദിസ്, അൽഹംദുലില്ലാ ഞാൻ ഇപ്പൊ ഇവിടെ എത്തി. എനിക്ക് തന്നെ വിശ്വസിക്കാൻ വയ്യ ആക്ച്വലി. ഞാൻ എന്ത് ചെയ്തിട്ടാ എങ്ങനെ ഒന്നും എനിക്കറിയില്ല. ബട്ട് ഐ ഡിഡ് ദിസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, ഡു യുവർ തിങ്സ്. ഇതേപോലെ ട്രിപ്പ് വരുക വിത്ത് യുവർ ലവ്ഡ് വൺസ്, ക്ലോസ് വൺസ്, ഫാമിലി. ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് കാണുമ്പോ എന്റെ വീട്ടിലുള്ളവരും കുടുംബക്കാരും എല്ലാരും പറയണം. പറയും, പക്ഷെ ഞാനിത് ചെയ്യും. ബിക്കോസ് ഇത്രയും വലിയ സ്ഥലത്ത് വന്നിട്ട് ഇതെനിക്ക് ഇനി എന്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനൊരു സ്ഥലത്ത് വീണ്ടും വന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ ഐ തിങ്ക് ഐ ഹാവ് ടു ഡു ദിസ്. ആൻഡ് വിചാരിക്കുന്ന പോലല്ല, ഫ്രോസ് ആവുക വെള്ളം. കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കി വെച്ച് ചിലപ്പോൾ ഫ്രോസൺ ആയി കിട്ടും. അത്ര തണുപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പോവാ. അതാണ് എന്നെ ശ്രദ്ധിച്ചേക്കണേ. പിന്നെ കേക്കാൻ പറ്റുമോ? എനിക്കിതൊന്നും വലിയ പ്രശ്നമില്ല. കാരണം എന്താ, പപ്പ 2 വയസ്സിന് വെള്ളത്തിലെടുത്തിട്ടതാ. അത് ഞാൻ വെറുതെ പറഞ്ഞാണ്. പക്ഷെ ഐ നോ സ്വിമ്മിങ് ഗൈസ്. സോ യാ, ഈ കുഞ്ഞു വാലിയിൽ മുങ്ങിപ്പോയാൽ അങ്ങ് എത്തുന്നതിന് മുന്നേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട്. കുറച്ച് ഒഴുക്ക് കൂടിയ വെള്ളമാണെന്ന് തോന്നുന്നു. സോ ഐ എം നോട്ട് ഗോയിങ് ദേർ. നല്ല തണുപ്പുണ്ട്. ട്രൈ ചെയ്തോ, കാല് വേദന എടുക്കുന്നു ഇപ്പൊ തന്നെ. അവരിതൊന്നും അറിയത്തില്ല. ശ്രദ്ധിച്ച് നീ പിന്നെ ജയന്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല. ഹൗസ് ഇറ്റ് സോ ഗൈസ്, നമ്മള് വീണ്ടും ഒരു ബ്രേക്ക് എടുത്ത് ഒരു വെള്ളത്തിലൊക്കെ ഒരു റിഫ്രഷ്മെന്റ്, കാലൊക്കെ ഒന്ന് തണുപ്പിച്ചപ്പോഴത്തേക്കിനും ഇറ്റ്സ് സോ ഗുഡ്. പിന്നെ ഇവിടെ കുറെ ടൂറിസ്റ്റ് വരുന്നുണ്ട്. അവിടെ ഭയങ്കര വീഡിയോ എടുപ്പും കാര്യങ്ങളും ഒക്കെയാണ്. കുറച്ച് ബോണസ് ക്ലിപ്സ് ഒക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ എങ്ങനെ പോകും, നമ്മൾ പോകുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഷൂ ഐ തിങ്ക് നമ്മളിവിടെ കുറച്ച് സൂക്ഷിക്കണം. ഒന്നാമത്തെ കാര്യം വെള്ളമാണ്, സ്ലിപ്പറിയാണ്. ജീൻസ് ആണ് ഇട്ടേക്കുന്നത്, നനയാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഈ ഷൂ ആണെങ്കിൽ സ്നീക്കേഴ്സ് ടൈപ്പ് ഷൂവും കൂടെയാണ്.
Yeah, we made it. കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, എല്ലാരും വരുന്നുണ്ട്. പിന്നുള്ള സംഭവം എന്താന്ന് വെച്ചാ സൺസെറ്റ് ടൈമാണ്. ടിൽ നമ്മള് ട്രൂസോ വാലിയിൽ എത്തിയിട്ടില്ല. വാലി ആണിത്, പക്ഷെ ഇതിന്റെ മെയിൻ ഇതിൽ എത്തിയിട്ടില്ല. ഇനിയും 2 hours ഒക്കെയാണ് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിൽ കീപ് വാക്കിംഗ്. കാറിലാൾക്കാർ ചാറ്റ് തരുമോ? കാറിലാൾക്കാർ ചാറ്റ് തന്നു ഗായ്സ്. അല്ലേ, ഹിയർ ദ പീപ്പിൾ ആർ വെരി ജനറസ്. സോ ഗൈസ്, ദ തിങ് ഈസ് ദാറ്റ് എന്താ അറിയില്ല, വിശക്കുന്നു. അയ്യോ, വിശക്കുന്നെന്ന് പറയാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല ഈ ഒരു പോയിന്റില്. ബട്ട് എനിക്ക് വിശക്കുന്നു, നല്ല വിശക്കുന്നുണ്ട്. ഞങ്ങൾ കഴിച്ചത്, നമ്മൾ ഫുഡായിട്ട് അങ്ങനൊന്നും കഴിച്ചില്ലായിരുന്നു. വരുന്ന വഴിയിൽ കുറെ എന്താണ് കച്ചാപ്പുരി അല്ല, നമ്മൾ കുറെ ബ്രെഡ് ന്യൂട്ടല്ല, ആപ്പിള് കഴിക്കാല് കുറവാ, അതുകൊണ്ട് ആപ്പിള് കഴിച്ചിട്ടില്ല. ഞാൻ എന്താ കഴിച്ചു, കുറെ ബിസ്ക്കറ്റും അതും ഇതുമൊക്കെ കഴിച്ചു. അപ്പോൾ ആക്ച്വലി നമ്മുടെ പോകേണ്ട വഴി അപ്പുറത്താണ്. ഞാൻ ഈ വെള്ളത്തിൻ്റെ ഇപ്പുറത്തും ആയിപ്പോയി. ഷൂ ഇട്ടേക്കുവാ, ഇല്ലായിരുന്നെങ്കിൽ ക്ലോസ് ചെയ്യായിരുന്നു. അവിടെ ഒരു കുഞ്ഞ് ഇതുണ്ട്, അതിലേക്കൂടെ അപ്പുറത്തോട്ട് പോവാം. അപ്പം ഞാൻ പറഞ്ഞത് നല്ല വിശപ്പുണ്ട്. നല്ല ഇവിടെ വന്നിരുന്ന് നല്ല മട്ടൻ ബിരിയാണിയൊക്കെ തിന്നണം. അയ്യോ മോനെ വിഷയം. നല്ലപോലെ കഴിച്ച് അങ്ങനെ വരണം. നല്ല വേറൊരു പോരായ്മ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ, അടിപൊളിയാണ്, സ്ഥലമൊക്കെ സെറ്റാണ്, സൺസ്ക്രീൻ ഇടണം അല്ലേ, ഓക്കെ, മുഖം കഴിവുകൊണ്ട് അത് പോയി. വോട്ടെവർ, സ്ഥലം എല്ലാം സൂപ്പർ അടിപൊളി എല്ലാം ആണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, ഇതിന്റെ ഉള്ളിൽ നിന്നല്ല, ഇതിന്റെ ഏരിയ കയറി കഴിഞ്ഞാൽ ഞാൻ ഒരു വാഷ്റൂം പോലും കണ്ടിട്ടില്ല. എനിക്കറിയത്തില്ല ഈ ലേഡീസൊക്കെ, ഐ മീൻ ഗേൾസ് ആൻഡ് വിമനൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫോറിനേഴ്സിന്റെ കാര്യം പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും ഞാനതൊന്നും പറയുന്നില്ല. ഓക്കെ, ഞാൻ സ്റ്റക്കായി, എന്റെ ചുറ്റിനും വെള്ളമായി. എനിക്ക് അപ്പുറത്തോട്ട് പോകണമായിരുന്നു, അങ്ങോട്ട്. I don't think so I can go up there. So ഞാൻ വീഡിയോ കട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് ടാസ്ക് കുടിച്ചിട്ട് അപ്പുറത്തെത്തിയിട്ട് ഞാൻ ഇതാക്കാം. കണ്ടോ, ഞാൻ ഇതീ ചവിട്ടി അങ്ങനെ അവിടെ എത്താനാണ് എൻ്റെ പ്ലാൻ. പക്ഷെ അല്ല, അവിടച്ചോനെ കേട്ടോളണേ. അല്ല സോ ഗൈസ്, ഐ ഹാവ് മെയ്ഡ് ഇറ്റ് അപ്പ് ഫ്രം ദയർ. അവരെ ഇതിൽ കാണുമെങ്കിൽ അവർ വരുന്നുണ്ട്. അതുകൊണ്ട് 10x ഇത് 20-ലിട്ടപ്പോൾ ഉള്ള അവസ്ഥയാണിത്. ഞാൻ 10 ആക്കി കാണിച്ചു തരാം. 5 ഞാൻ ഇങ്ങനെ വന്നത്. അവർ വരുന്നത് 3, 2, 1. ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് എത്തി. ഐ ഡോണ്ട് ഈവൻ തിങ്ക് സോ ലൈക്ക് അവർക്ക് എന്നെ കാണാൻ പറ്റുമെന്ന്. എനിക്ക് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. നമ്മളിങ്ങനെ നേരെ പോയിട്ട് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് അതുകൊണ്ട് അവിടെ കാണുന്ന ആ ജോർജിയൻ ഫ്ലാഗ് ഉണ്ടല്ലോ, അവിടെ പോവായിരിക്കും. സോ ബേസിക്കലി ഇൻ ദിസ് മൗണ്ടൻ ലെറ്റ്സ് സീ, നോക്കാം. പിന്നെ ഞാൻ വരുന്ന വഴി ഇവിടെ എല്ലാം, ഇത് ആക്ച്വലി ചളിയൊന്നും അല്ല, ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഇത് റോക്കാണ്, ഒരു കൈൻഡ് ഓഫ് ഈ മൗണ്ടൻ റോക്സ് തന്നെ. അതിൽ കൂടെ വെള്ളം ഇങ്ങനെ വരുക. ഈ വെള്ളം എല്ലാം വാലിയിലോട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കണ്ടോ, മൗണ്ടൻസിന് അവിടെ ഒക്കെ കണ്ടോ സ്നോ, കൈൻഡ് ഓഫ് സ്നോ ആണോ അതോ എന്തോ ഇങ്ങനെ ഉരുകി വരുന്ന പോലെയാ. അത് വന്നോണ്ടിരിക്കുകയല്ല, അത് ദാറ്റ് ഇസ് സ്റ്റക്ക് ദെയർ. ഇത് എനിക്ക് തോന്നുന്നു മൗണ്ടൻ മിനറൽസ് ഉണ്ടല്ലോ, മൗണ്ടൻസിന്റെ മിനറൽസ് അടങ്ങിയ വെള്ളമാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നേരെ പോയാൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ദിസ് ത്രൂ ലേക്ക് 3 കിലോമീറ്റർ എന്തെന്നാപ്പാ. ഞാൻ പറഞ്ഞില്ലേ
അപ്പാനോ മിനറൽ ലേക്ക്. ഈ ലേക്ക് അത് കാണിക്കുന്നത് എത്ര 20 മിനിറ്റ്സാ. അപ്പൊ ബേസിക്കലി ഇവിടുത്തെ വെള്ളം എല്ലാം മിനറൽസ് അടങ്ങിയതാണ്. കണ്ടില്ലേ മൗണ്ടൻസിന്റെ. ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇത്. പിന്നെ നമ്മൾ വന്നത് ഇതാ അൽമസിയാനി കാണുന്നത് 8 കിലോമീറ്റർ. അതാണ് നമ്മൾ ആ വഴി ഇങ്ങനെ വന്നത്. ഇപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ജക്കാഗോരി അതാണ് അങ്ങോട്ട്. അങ്ങോട്ട് ഉണ്ട്. I don't know. I think I have to wait for them here. Yeah. ഞാനിവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഹൈക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ലൈക്ക് ഈച്ച് ആൻഡ് എവ്രി വൺ ഹിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഹായ് ഹലോ പറയും. നമ്മൾ ബേസിക്കലി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മളെല്ലാവരും ഒരു ടീം പോലെയാണ്. ആർക്കും വഴി പോകുന്നവർ നമുക്ക് ഫുഡ് വെള്ളം അങ്ങനെ എല്ലാം തരുന്നത്. ഇപ്പം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രഡ്ജ് വെച്ചോ അങ്ങനെ ഒന്നും. എനിക്കൊന്നും നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ മലയാളികളാണെന്ന് തോന്നുന്നു. മലയാളീസ് ഐ എം റിയലി സോറി ഫോർ ദിസ്. ബട്ട് യാ, നിങ്ങൾ വൺസ് ഇൻ എ ലൈഫ് ടൈം അബ്രോഡ് വന്ന ആൾക്കാർക്ക് ഒക്കെ ഏകദേശം മനസ്സിലാവുമായിരിക്കും. ഫോറിനേഴ്സ് ആർ ടു ഗുഡ്. സം ആർ ദർ റേസിസം ഉണ്ട്, റേസിസ്റ്റ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ ദർ ആർ ഗുഡ് പീപ്പിൾ. ബിക്കോസ് ഞാൻ ഇവിടെ വന്ന് ഇതിനുള്ളിലോട്ട് കയറിയതിന് ശേഷം തൊട്ട് എനിക്കറിയത്തില്ല എൻ്റെ പഠിച്ചോനെ ഞാൻ എത്ര എനിക്ക് കണക്കില്ല. ഞാൻ ഇങ്ങനെ പോകുന്നവരും വരുന്നവരും എല്ലാം ചിരിച്ചു കാണിക്കുക, ഹായ് ഹലോ ഇത് തന്നെ പറയാം, ഹായ് ഹലോ തിരിച്ചു കാണിക്കുക. അപ്പൊ അവർക്ക് വേണമെങ്കിൽ അവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല രീതിയിൽ നടക്കുവാണെങ്കിൽ ലോകമൊക്കെ എന്നെ നന്നായി. സംഭവം എന്താണെന്ന് വേറെ കോമഡി എന്താന്ന് വെച്ചാൽ ഞാനില്ലേ, ഞാൻ കരിക്കട്ടായിട്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ ഇങ്ങോട്ട് വന്ന് ഇതിന്റെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോ എന്റെ ഉള്ളിലുള്ള ആ നന്മ, ഞാൻ നല്ല കുട്ടിയാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഞാനൊരു ഇത് അയ്യോ അത് കഷ്ടം ഇത് കഷ്ടം അങ്ങനെയൊക്കെ. ലാസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു കഷ്ടം അതും ഇതും എല്ലാം തോന്നിയത് വാറിന്റെ സമയത്തായിരുന്നു. വാറിന് ശേഷം വന്നപ്പോൾ ഞാനങ്ങ് ഭയങ്കര ഇതായിരുന്നു. അയ്യോ എനിക്ക് ഫുഡാണെങ്കിൽ പോലും ഞാൻ ഫുഡ് കളയത്തില്ല, അങ്ങനെ ഇങ്ങനെ എല്ലാം ചെയ്യുന്നത്. കാരണം അതിൻ്റെയൊക്കെ വില നമുക്ക് അപ്പോൾ ആ ടൈമിൽ മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോഴത്തേക്കിനും അങ്ങനെ ഇപ്പം ഇവിടോട്ട് കയറിയപ്പോഴത്തേക്കിനും എൻ്റെ മൈൻഡ് അങ്ങനെ ഡൗൺ ടു എർത്ത് എന്നുള്ളൊരു സാധനമായി. എല്ലാവരും ഇപ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നൊരു സാധനം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രഡ്ജ് വെക്കലും ആ ഒരു ഇതല്ല. എന്തിനാ വെറുതെ ഇങ്ങനെ കാണിച്ച് ഒരു മുഖം ചുളുക്കി നടക്കുന്നത്. പക്ഷെ നമ്മുടെ അടുത്ത് അങ്ങനെ കാണിച്ചാൽ നമ്മളും തിരിച്ച് കാണിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത്. ഇപ്പം എൻ്റെ ഈ ഒരു മൂഡിലാണ് ഞാൻ പറയുന്നത്. എനിക്കറിയില്ല, എനിക്ക് ഇത്ര ബോധം വിവരമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം ആലോചിക്കുന്നത്. എന്തായാലും അവരും കൂടെ വരട്ടെ. ഞാനിപ്പോൾ അങ്ങ് ഒറ്റയ്ക്ക് വ്ളോഗ് എടുത്ത് ഒറ്റയ്ക്ക് അങ്ങ് നടക്കുന്നു. ഇടയ്ക്ക് ഞാൻ ഏതോ ഫോറിനേഴ്സിനെ കാണുന്ന കണക്ക് ഇടയ്ക്ക് അവരെ ഞാൻ പോയി കാണുന്നു. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ നിൽക്കും, അവർ വരുമ്പോൾ ഞങ്ങൾ കാണുന്നു. അപ്പം ഞാൻ കുറേ ക്ലിപ്പ് അവരുടെ എല്ലാം എടുക്കുന്നു, ഇത് വീണ്ടും ഞാൻ നടക്കുന്നു അങ്ങനെ. സോ യാ, നല്ല ഇതായിട്ടുണ്ട്. ഇപ്പൊ വെയിലൊന്ന് താന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കുള്ള ടാൻ ഇപ്പൊ കാണാം. കണ്ടോ അടച്ചോനെ കോമഡി. അപ്പൊ നമുക്ക് ഒരു ക്യുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അപ്പം വേറെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോൺ ഇവിടെ ഡെഡായി. ഫോണിലെല്ലാം ചാർജ് തീർന്ന്. ഇതിപ്പോൾ എന്തായാലും സെയിം വഴി തന്നെ ആയിരിക്കും തിരിച്ചു പോകുന്നത്. ബട്ട് കാറിൽ കയറിയിട്ട് എന്തെങ്കിലും ക്ലിപ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എല്ലാവരും ഫോൺ ഡെഡായി. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു, ഫോണിൻ്റെ ഇപ്പോൾ ഇതും ഡെഡാവും, എല്ലാവരും തീർന്നു. ആൻഡ് ഐ ഹോപ്പ് എനിക്കിഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്കും ട്രൂസോ വാലി ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു. യാ, വർത്ത് വ്യൂ, വർത്ത് വിസിറ്റിംഗ് ആണ് ഗൈസ്. അപ്പം എങ്ങാനും താല്പര്യമുണ്ട് വരാണെങ്കിൽ ഡു DM me ഓർ കമൻറ്റ് മീ ഓർ മെസ്സേജ് മീ, നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം പറഞ്ഞ കണക്ക്
be cool, be happy, be chill, and everything will be fine at last. Bye guys, tada! അപ്പം ഈ കൊച്ചു വീഡിയോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാകണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. ഒന്നാമത് മറ്റെടുത്ത് എത്ര നേരം ഫുഡ് കഴിക്കുന്ന ഞാന് സ്കെയിൽ നിന്ന്